നടൻ വിജയ് ഇന്ന് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചേക്കുമെന്ന് സൂചന. ഡൽഹിയിലായിരിക്കും പ്രഖ്യാപനം. മക്കളിയക്കം പ്രവർത്തകരോട് തയ്യാറായിരിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന്. മനേഷ്, ഇന്ന് തന്നെ പാർട്ടി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന സൂചനയ്ക്ക് പിന്നിൽ എന്താണ്? ഡൽഹിയിലാണോ ഈ ഇതിൻ്റെ പ്രഖ്യാപനം? നമുക്ക് ചെന്നൈയിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാണിപ്പോൾ? വിജയകുമാർ, വിജയ് മക്കളും ഇയക്കത്തിന്റെ പ്രവർത്തകരുമായി ബന്ധപ്പെടുമ്പോൾ അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. അതായത് ഡൽഹിയിലായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. ഈ നിലവിൽ വിജയ് മക്കൾ ഇയക്കത്തിന്റെ ചെയർമാനായിട്ടുള്ള ബുസി ആനന്ദ് നിലവിൽ ഡൽഹിയിലുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർട്ടിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടാണ്. അത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഫെബ്രുവരി ആദ്യ വാരത്തിൽ ഡൽഹിക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു. ഈ പ്രഖ്യാപനത്തിൽ വിജയ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ നമുക്ക് നിലവിൽ ഉറപ്പില്ല. പക്ഷേ എന്തായാലും ഈ മക്കൾ ഇയക്കത്തിൻ പ്രവർത്തകരിൽ നിന്നും ഭാരവാഹികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ബുസി ആനന്ദ് ഇപ്പോൾ ഡൽഹിയിലുണ്ട്. അവിടെ വെച്ചായിരിക്കും പ്രഖ്യാപനമെന്ന് ആണ് ലഭിക്കുന്ന സൂചനകൾ. മാത്രമല്ല 12 മണിക്ക് ശേഷം, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും പാർട്ടി പ്രഖ്യാപനം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ഒരു കോടി ആളുകളെ, 1 കോടി മെമ്പർഷിപ്പ് ചേർക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടം എന്ന് പറയുന്നത്. അതിന് തയ്യാറായിരിക്കാൻ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ വിജയ് മക്കൾ ഇയക്കത്തിന്റെ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഓരോ യൂണിറ്റുകളിലും ആഘോഷ പ്രകടനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രവർത്തകരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ വിജയുടെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അത് ഡൽഹിയിൽ നിന്നായിരിക്കും ആ പ്രഖ്യാപനം ഉണ്ടാവുക എന്നും പ്രവർത്തകരിൽ നിന്നും നമുക്ക്. അങ്ങനെയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് മത്സര സാഹചര്യം മാറുമല്ലേ? ഇതിപ്പോൾ മുന്നണികളിൽ ഒന്നും പെടാതെ വിജയ് അദ്ദേഹത്തിന്റെ പാർട്ടി തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാകും. ഇപ്പോഴത്തെ നിലയിൽ അത് അവിടുത്തെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം ആകെ തകിടം മറിച്ചേക്കാം അല്ലേ? തീർച്ചയായും വിജയകുമാർ, കാരണം ഈ പറഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപായി പാർട്ടി പ്രഖ്യാപിക്കണം എന്നുള്ളത് വിജയ് മക്കൾ ഇയക്കത്തിന്റെ ജനറൽ ബോഡിയിൽ വന്ന കൂട്ടായ ഒരു തീരുമാനം, അല്ലെങ്കിൽ അവിടെ നിന്നുണ്ടായ യോഗത്തിലുണ്ടായ ഒരു ഏക അഭിപ്രായം അത് തന്നെയായിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളായിരുന്നു വിജയ് നടത്തി വന്നത് എന്നുള്ളതായിരുന്നു നേരത്തെ മുതൽ തന്നെ പറഞ്ഞിരുന്ന കാര്യം. പക്ഷേ ഇപ്പോൾ വളരെ വേഗത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നത് തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സാന്നിധ്യം അറിയിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വളരെ വേഗത്തിലാണ്, ജനുവരി അവസാന വാരത്തോടു കൂടിയാണ് ഈ തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടാവുന്നത്. ജനറൽ കൗൺസിലിൽ വെച്ച് വിജയ് അധ്യക്ഷനായി തെരഞ്ഞെടുത്തുകൊണ്ടുള്ള ആ ഒരു കാര്യം പോലും ജനറൽ കൗൺസിൽ വെക്കുകയും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് വളരെ വേഗത്തിൽ ഇപ്പോൾ പാർട്ടി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പോകുന്നത്. അപ്പോൾ ഇന്ന് തന്നെ പാർട്ടി പ്രഖ്യാപിക്കുക, വളരെ വേഗത്തിൽ പാർലമെന്റ് ഇലക്ഷനെ നേരിടുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗം തന്നെയാണ് ഇന്നിപ്പോൾ 1 കോടി മെമ്പർഷിപ്പ്, ആദ്യഘട്ടത്തിൽ തന്നെ 1 കോടി ആളുകളെ പാർട്ടിയിൽ ചേർക്കുക എന്നുള്ള ആഹ്വാനമാണ് പ്രവർത്തകർക്ക്, വിജയ് മക്കൾ ഇയക്കം പ്രവർത്തകർക്ക് നൽകിയിട്ടുള്ളത്. എന്തായാലും രാഷ്ട്രീയത്തിലേക്ക് വരുന്നു വിജയ് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരിക്കും. നടൻ വിജയ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം ഇന്ന് ഡൽഹിയിൽ ഉണ്ടാകുമെന്നാണ് ചെന്നൈ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. വിജയ് മക്കൾ ഇയക്കം പ്രവർത്തകരോട് തയ്യാറായിരിക്കാനാണ് ആഹ്വാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സര രംഗത്തുണ്ടാകും എന്ന സൂചനയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം പുതിയ പാർട്ടി പ്രഖ്യാപനം ഉണ്ടാകും. ആരാധകർ തയ്യാറായിരിക്കുകയാണ്. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകി.